കണ്ണൂർ എ.ഡി.എം. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പി.കെ. ശ്യാമളയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നു വരികയാണ്. മഞ്ജുഷ കൃത്യമായി പറയുന്നു, എം.വി. ഗോവിന്ദനും പി.കെ. ശ്യാമളയ്ക്കും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അവരറിയാതെ ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇത്ര ആശങ്കയില്ലാതെ മുന്നോട്ട് പോകില്ല. കാരണം അരുൺ കെ വിജയനെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്ന് തങ്ങൾക്കറിയാം. പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടറേറ്റിൽ കൃത്യമായും ഇപ്പോൾ തിരികെ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മഞ്ജുഷ. അവർ തഹസീൽദാർ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഭാരിച്ച ചുമതല തനിക്ക് നൽകരുത് എന്നാണ് കൃത്യമായി ശ്യാമള പറഞ്ഞത്. എന്നിട്ടാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി CBIയെ കൊണ്ട് തന്നെ കൃത്യമായും അന്വേഷിക്കണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എല്ലാ തരത്തിലും റിപ്പോർട്ടുകളെ അട്ടിമറിക്കുകയാണ്. അവർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയില്ല. ദിവ്യയ്ക്ക് ജാമ്യം അനുവദിക്കാനും ദിവ്യയെ രക്ഷിക്കാനും പരമാവധിയായി ശ്രമിച്ചു. ദിവ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്താതെ വലിയ തോതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരെ രക്ഷിച്ചെടുക്കലായിരുന്നു തുടക്കം മുതൽ നടത്തിയത്. ഈ ശശിയുമായി ബന്ധപ്പെട്ട ബന്ധം ഇതുവരെയും പുറം ലോകം അറിയാത്ത രീതിയിലുള്ള കാര്യങ്ങളെ പറ്റി എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അവിടെയാണ് പി.കെ. ശ്യാമള കൃത്യമായും TP ദിവ്യയെ സംരക്ഷിക്കുന്നതിൻ്റെ എല്ലാ ഉള്ളുകളികളും വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായ മഞ്ജുഷ കൃത്യമായും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഫയൽ റിപ്പോർട്ട് അത് സർക്കാർ പുറത്തുവിടാത്തതിന് നിഗൂഢമായ പല കാര്യങ്ങളുമുണ്ട്. സർക്കാർ അത് പുറത്തുവിട്ടാൽ ഉറപ്പായും ദിവ്യ കൊലക്കേസ് പ്രതിയാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ദിവ്യ മാത്രമല്ല, അരുൺ കെ വിജയനും ഈ അട്ടിമറിക്ക് കൂട്ടുനിന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ വരുമ്പോൾ അരുൺ കെ വിജയൻ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ വികാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുടുങ്ങും. ഈ ശശിയിലേക്ക് അന്വേഷണം പോകും. പി.കെ. ശ്യാമളയും ഈ ശശിയെയും ചോദ്യം ചെയ്യാതിരിക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്ന് വിചാരിച്ചാൽ, ഇവർ സംരക്ഷിക്കുന്ന മാഫിയ സംഘങ്ങളുണ്ട്. ആ മാഫിയ സംഘങ്ങളെ പറ്റിയുള്ള വ്യക്തമായ അന്വേഷണം നടത്താതെ ഈ തിരിമറി പുറത്തുകൊണ്ടുവരാൻ കഴിയില്ല. ആറളം ഫാമിലെ 3500 ഏക്കർ പുരയിടവുമായി ബന്ധപ്പെട്ട കാര്യം, അവിടെ ഈ തോട്ടം വ്യാജ രേഖകൾ ഉണ്ടാക്കി സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയത് ചട്ടവിരുദ്ധ പ്രകാരമായിരുന്നു. അതിനെക്കുറിച്ച് കളക്ടർക്കെതിരെ ആക്ഷൻ എടുത്തിട്ടില്ല. ജില്ലാ കളക്ടറെ സംരക്ഷിക്കുന്നു. ഇത്രയും വലിയ ഹീനമായിട്ടുള്ള കാര്യം നടക്കുമ്പോൾ അതും തെളിവ് സഹിതം ദിവ്യ എന്ന് പറഞ്ഞത് ഒരു സിവിൽ ഡെത്ത് എന്നുള്ള രീതിയിലുള്ള ഭീഷണിയാണ് നവീൻ ബാബുവിനെതിരെ നടത്തിയത്. അപ്പോൾ വധഭീഷണി പരസ്യമായി നടത്തിയതിനെതിരെ കേസ് എന്തുകൊണ്ട് എടുക്കുന്നില്ല? എന്നിട്ട് സുഖിച്ച് അണിഞ്ഞൊരുങ്ങി ദിവ്യ നടക്കുകയാണ്. പി. ശശിക്ക് എല്ലാ രീതിയിലുള്ള സ്വാധീനവും കൃത്യമായി ഉപയോഗിക്കുന്നുമുണ്ട്.